ദൈവം താങ്കൾക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കും. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ കഷ്ടത കാണുന്ന ദൈവം താങ്കൾ അനുഭവിക്കുന്ന വേദനകൾ കണ്ട് താങ്കളുടെ നിലവിളി കേട്ട് തക്ക സമയം ഉത്തരം നൽകും. ബാലൻ്റെ മരണം കാണണ്ടെന്ന് പറഞ്ഞ് മാറി നിന്ന് കരയുന്ന ഹാഗറിൻ്റെ അരികിൽ ബാലൻ്റെ നിലവിളി കേട്ട് ദൂതൻ ഇറങ്ങി വന്നതുപോലെ, മറഞ്ഞിരിക്കുന്ന ഉറവയെ വെളിപ്പെടുത്തിയതുപോലെ, ഭക്തനായ അബ്രഹാമിൻ്റെ ഹൃദയവേദന കണ്ട് ഏകജാതനായ മകനെ യാഗമർപ്പിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ തക്ക സമയം ദൈവം ഇറങ്ങി സംസാരിച്ച് മറഞ്ഞിരുന്ന ആടിനെ വെളിപ്പെടുത്തിയതുപോലെ തക്ക സമയം വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. സരാഭാത്തിലെ വിധവയുടെ ഭവനത്തിനകത്ത് ക്ഷാമം കൊണ്ട് മരണം മാത്രമേ മുന്നിലുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ തക്ക സമയം ദൈവം ഭക്തനായ ഏലിയാവിനെ വിധവയുടെ ഭവനത്തിലേക്ക് അയച്ചു. ഭക്തനായ ഏലിയാവ് വിധവയുടെ ഭവനത്തിൽ കാൽ വച്ച നിമിഷം മുതൽ വിധവയുടെ ഭവനം അനുഗ്രഹിക്കപ്പെടുവാനിടയായി. വിധവയുടെ ഭവനത്തിനകത്തുള്ള ശൂന്യതകൾ മാറി. വചനം ശ്രവിക്കുന്ന താങ്കൾ ശൂന്യതയിലാണോ? താങ്കൾക്ക് വേണ്ടി തക്ക സമയം ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കും. ഒരിക്കൽ അമേരിക്കയിൽ ഒരു ചർച്ചിൽ ഒരു ദൈവദാസൻ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വചന ശുശ്രൂഷിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സഹോദരി നിലവിളിയോടുകൂടെ സഭയിൽ ഓടി വന്നു. പ്രസംഗം നിർത്തുവാൻ പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ചു നിൽക്കുകയാണ്. തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഇന്നേ വരെ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു മനുഷ്യനും പ്രസംഗം നിർത്തുവാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പ്രസംഗം നിർത്തി ശാന്തമായി ചോദിച്ചു, എന്താണ് കാര്യം? ആ സഹോദരി പ്രകാരം പറഞ്ഞു, ഈ നിമിഷം പ്രസംഗമല്ല വേണ്ടത്, എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ ഒരു കൊലപാതക കേസിൽ അവനെ ഇന്ന് രാത്രി 11 മണിക്ക് നിരപരാധിയായ എൻ്റെ മകനെ ഇലക്ട്രിക് ചെയറിലിരുത്തി അവർ കരിച്ചു കൊല്ലും. അതിന് അനുവദിക്കരുത്. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ്റെ നീതി വെളിപ്പെടണം. അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ നിമിഷം ആ ദൈവദാസനും സഭയും ഒരുമിച്ച് ആ സഹോദരിയുടെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. നിരപരാധിയായ മകൻ സുരക്ഷിതത്തോടുകൂടെ അവൻ ജീവനോടുകൂടെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു. ഈ നിമിഷം യഥാർത്ഥ പ്രതിക്ക് ഉറക്കം വന്നില്ല. ആ യഥാർത്ഥ പ്രതി എഴുന്നേറ്റ് അതേ സ്റ്റേഷനിൽ പോയി പോലീസുകാരെ കണ്ടു. അവൻ പറഞ്ഞു, ഞാനാണ് ശരിക്കുള്ള കുറ്റവാളി, ഞാനാണ് ആ കൊലപാതകം ചെയ്തത്. അതിനുള്ള സാഹചര്യങ്ങളും തെളിവുകളും എല്ലാം അവൻ നിരത്തി. പോലീസുകാർക്ക് ബോധ്യപ്പെട്ടു, ശരിക്കുള്ള കൊലയാളി ഈ മനുഷ്യനാണ്, അവൻ നിരപരാധിയാണ്. നിരപരാധിയായ യൗവനക്കാരനെ അവർ വെറുതെ വിട്ടു. ആ പ്രതിയെ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് ഇലക്ട്രിക് ചെയറിലെത്തി കൊല്ലണം. അതിനു മുമ്പായി ആ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു, ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ അവൻ മരിക്കുന്നതോടെ നീ കുറ്റവാളിയല്ല എന്നാകും. നിനക്ക് വേണമെങ്കിൽ അനേക വർഷം ഇനിയും ജീവിക്കാമായിരുന്നല്ലോ. എങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്? എങ്ങനെയാണ് ഈ തെറ്റുകളൊക്കെയും നിനക്ക് ഏറ്റുപറയുവാൻ കഴിഞ്ഞത്? ആ പ്രതി ഇപ്രകാരം പറഞ്ഞു, ഞാൻ അതാ ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ പറഞ്ഞു, എനിക്കൊരു കാര്യം അറിയാം. ഇന്നലെ രാത്രി 9 മണി മുതൽ എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. ഞാൻ കാരണം ഒരു നിരപരാധി കൊല്ലാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സാക്ഷി കുത്തിക്കൊണ്ടേയിരുന്നു. ആ 9 മണിക്ക് ആ സഭ മുഴുവനും ഈ യൗവനക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചതിനാൽ യഥാർത്ഥ പ്രതിക്ക് ഉറക്കം വന്നില്ല. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, പ്രാർത്ഥിച്ചാൽ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. എസ്തറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഭക്തനായ മൊർദെഖായിയും എസ്തറും രട്ടുടുത്ത് ഉപവസിച്ചപ്പോൾ രാജസന്നിധിയിൽ രാജാവിനെ ദൈവം തട്ടി ഉണർത്തി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കൾ എത്ര പ്രതിസന്ധിയിലാണെങ്കിലും എത്ര ശൂന്യതയിലാണെങ്കിലും താങ്കൾക്ക് വേണ്ടി ചില അധികാരികളെ ദൈവം ഈ നിമിഷം എഴുന്നേൽപ്പിക്കുവാനിടയാകും. ഹാമാൻ മൊർദെഖായിക്ക് വിരോധമായി കഴുകുമരം സൃഷ്ടിക്കുമ്പോഴും ഹാമാൻ മൊർദെഖായിയെയും മൊർദെഖായിയുടെ കുലമായ യഹൂദ കുലത്തെ മുഴുവനും മുടിച്ചു കളയുവാൻ പദ്ധതി തയ്യാറാക്കുമ്പോഴും ദൈവം മൊർദെഖായിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കൾക്ക് ദൃശ്യമായും അദൃശ്യമായും അനേകം ശത്രുക്കളുണ്ടാകും. എന്നാൽ ശത്രുക്കളുടെ മധ്യേ ദൈവത്തിൻ്റെ കരം വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി ചലിക്കുകയാണ്.
ദൈവം താങ്കൾക്ക് വേണ്ടി തക്ക സമയം ചിലർ എഴുന്നേൽപ്പിക്കും. ഈ നാളുകളിൽ ഭയങ്കരമായ അത്ഭുത പ്രവൃത്തികൾ താങ്കൾ അനുഭവിക്കും. തക്ക സമയം ദൂതനിറങ്ങി ചില വഴികളെ തുറക്കുവാനിടയാകും. ഈ നാളുകളിൽ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് ചലിക്കുക. തക്ക സമയം പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുന്നത് കാണുവാൻ, അനുഭവിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.